ആടോ സമാധാനത്തോടെ ഒന്ന് വഴിയിടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത നാട്. എന്തൊരു നാട്. അത് ശരി. എൻ്റെ കള്ളം വാങ്ങി കുടിച്ചിട്ട് വെറുതെ ചിരക്കാൻ നിൽക്കല്ലേ. ഞാൻ ഇന്ന് കുപ്പി വാങ്ങി എൻ്റെ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാക്കാനാണ്. ഉണ്ണി എന്താണ് ഉദ്ദേശിച്ചത്? എൻ്റെ ഒരു ഗതികൾ എന്താ നിങ്ങൾ കാണാണ്ട് പോകുന്നത്? എൻ്റെ കൂടി പഠിച്ച കൊല്ലോൻ്റെ അടുത്ത് ശ്രീജാൻ്റെ മോളെ വരെ ഞാൻ പെണ്ണ് കാണാൻ പോയിക്ക്. ഇമ്മാസം കണ്ട 7 എണ്ണം പൊളിഞ്ഞു പോയി. ഏത് നാനൂറ്റില്ല എനക്കുള്ള പെണ്ണുള്ള. ഇവൻ്റെ കല്യാണം മുടങ്ങുന്ന ഇവൻ്റെ കുറ്റം കൊണ്ടല്ലെങ്കിലും ഞാളുള്ളത് പറയും. അതിൽ കമലാളീനും തെറ്റാരനാന്നേ. ആ ഈ എൻ്റെ അഞ്ചത്തേക്കായിരിക്കും. പിന്നെ അല്ലാണ്ട് ഇത് തന്നെ ഇവിടുത്തെ പ്രശ്നമോ? ഈ നിലത്തുറക്കാത്ത കുപ്പിയുണ്ട് നിങ്ങൾ. ബ്രാൻഡി, വിസ്കി, ബ്രഹ്മ ഇമ്മാതിരി കൂടുതൽ സെറ്റപ്പിൽ ഒഴിവാക്കിയിട്ട് നല്ല സ്കോച്ച് വിസ്കി, സിംഗിൾ മാൾട്ട്. അപ്പൊ അറുമ്പത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കൂതറ സെറ്റപ്പ് അല്ലടാ. ആകെ കൂടുതൽ ആശ്വാസം ആ ജിഷേനെ കാണുമ്പോഴാണ്. അളിയ, ഓ തുച്ഛമായ ഒരു കള്ളിൻ്റെ പേരിൽ ഗൗരവതരമായ ഒരു ചർച്ച കുളവാക്കരുത്. ഓ കള്ള എത്ര വേണമെങ്കിലും വാങ്ങാം, നമുക്ക് കാര്യം നടക്കണം. സർക്കാർ ജോലി ഇല്ലാത്തവർക്ക് ഇവിടെ പെണ്ണ് കിട്ടുമെന്ന് നോക്കണമല്ലോ. ഇന്നോട്ട് ബ്രിഗേഷനെ കെട്ടിക്കാൻ നമുക്ക് ഒരുമിച്ച് ഇറങ്ങിക്കളിയാം. നക്ഷത്ര പൊരുത്തമില്ലാതെ കല്യാണം മുടങ്ങുന്നവർക്കും 2-3 പൊരുത്തമില്ലാത്തവർക്കും പാവജാതകം, ചൊവ്വാദോഷം എന്നീ പാവപ്പെട്ട ജാതകം കൈവശമുള്ളവർക്കും വേണ്ടി വാടാ. വാക്കാണ്. ആന്നു എന്തല്ലേനു അളിയൻ്റെ വീട്ടിൽ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കല്യാണം ഇപ്പം തന്നെ നടന്നു. ബ്രിഗേഷേ, ഇനി ചോദിക്കുമ്പോഴത്തേന് എൻ്റെ കോന്തൽ കിട്ടെടുക്കുന്ന സാധനമല്ല ഇത്. കാണുന്നവർക്ക് ഇന്നെ പിടിക്കണ്ടേ? ഒരു കാര്യമില്ലാത്ത ബ്രാക്കൂട്ട ഒരു തണ്ടി വന്നാ എഴുന്നടാ. എന്തിനാ ഇത്ര ബോഡി ബിൽഡപ്പ്? സകലമാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വരുന്നത്. കൂടോത്രൊന്നും നടപടിയാവൂലേ മോനെ? എന്താളിയാ കൂടോത്രല്ല, കൊടക് ഹുടുക്കി. കൊടകൂടുകയാ? ആ കൊടക് ഹുടുക്കി എന്ന് പറഞ്ഞാൽ കൊടകിലെ സുന്ദരിയായ പെൺകുട്ടി. കൊടകിലെ അതിസുന്ദരികളായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുള്ള സുവർണാവസരം. 17, 18, 19, ഏറിപ്പോയി 20 വയസ്സ് പ്രായം. ഓടോ എടാ വെറുതെ പറയുന്നല്ല. ഞാൻ കാഞ്ഞങ്ങാട് ബ്രേഷ്യർ കൊടുക്കുന്ന ഷോപ്പിലെ 3 സെയിൽസ്മാൻമാരെ കല്യാണം കഴിഞ്ഞ്. അത് ഇവനേക്കാൾ ക്ഷീണോ. ആ അതിലൊരുത്തൻ്റെ കല്യാണത്തിന് ഞാൻ ഇന്നലെ പോയിക്ക്. വയസ്സ് 41 വയസ്സ് വരന്. വധു വെറും 19. ആ ഞാള് വിചാരിച്ചാല് ഇന്നലെ കല്യാണം കഴിഞ്ഞവനെ വിളിച്ച ബ്രോക്കർ നമ്പറെല്ലാം കിട്ടും. വേണ വേണം. എന്നാ പിന്നെ ഒപ്പിച്ചേ എന്നാ സാധനമാക്കി നടക്കട്ടെ, നടക്കട്ടെ. വികാഷേ, സ്വന്തം നാടിനും വീടിനും വേണ്ടാത്ത നിന്നെ ഇന്നു മുതൽ കൊടകിന് വേണം. നീ ഇന്നു മുതൽ കൊടക പ്രകേഷ്. വല്ലാണ്ട് വിടല്ലേ. വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഞാൻ ചോറിന് കൊടുക്കും. എടാ ബ്രിഗേഷേ, കൊടക് ചാലു വായിക്കേ. 1 ലക്ഷം റുപ്യ ഏജൻസി ചാർജ് കെട്ടണം. എന്നാ ഓഫർ പറഞ്ഞു കൊടുക്കണോ? ഓഫറോ? ആ എടാ പെണ്ണിന് 1.5 ലക്ഷം റുപ്യ, അച്ഛന് 50,000, അമ്മക്ക് 30,000, പിന്നെ അനിയന് ജോലി ഉണ്ടെങ്കിൽ 30, ഇല്ല 20 കൊടുക്കേണ്ടി വരും. എനിക്ക് അവിടെ പോയി പാർക്കണമെങ്കിലേ ഒരു മുറിയും എടുത്ത് കൊടുക്കണേ. ചിലപ്പോൾ കക്കൂസും കെട്ടി കൊടുക്കേണ്ടി വരും. എന്താക്കണം, ഒക്കെ കൂടെ ഒരു 3-3.5 ലക്ഷം റുപ്യ ആവും. വേണോ? എനിക്ക് കിട്ടിയ ലാസ്റ്റ് ചാൻസ് ആയത് കേട്ടിക്കാ. സമ്മതാണെങ്കിൽ പറ, നമുക്ക് ഞായറാഴ്ച പോവാ. എന്താ പണിക്ക് ഡെയിലി പോകേണ്ടി വരുവാ. പോയാ ഓന് നന്ന്. ഇനി എന്താണ് ആലോചിച്ച് കൂട്ടുന്നേ? പറഞ്ഞൂടെ? സമ്മതം. ആ എന്നാ പിന്നെ പോവാ അല്ലേ? ആ, പണിയെടുക്കട്ടെ. ആ